ചെങ്ങായിമാരെ, ഒരു സംഘി മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയുന്നത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എന്താണെന്നല്ലേ, ഒരു തന്ത്രി 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച വിവരം നാം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. കുറ്റം ആര് ചെയ്താലും അത് തെറ്റാണ്. പക്ഷേ ഈ സംഘി ഈ തന്ത്രിയെ മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടുന്നില്ലേ ഒരു സംശയം. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തന്ത്രി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. മുസ്ലിങ്ങളുടെ സോങ്ങുകളും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സംഘി ഈ തന്ത്രിയുടെ ഈ കുറ്റം മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടുന്നുണ്ട്. എന്താലേ ചാണകം തിന്നുന്ന സംഘികളുടെ അവസ്ഥ. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അങ്ങനെ മുരാരി തന്ത്രി, അതായത് വാറ്റുകാരൻ രാജൻ അറസ്റ്റിലായി. നോക്കാം. 16 വയസ്സായ ഒരു കുട്ടിയെ, ഈ കുട്ടിയെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന തള്ളേനെയും വേണം 4 അടി അടിക്കുക, അത് വേറെ കാര്യം, അത് പോട്ടെ. അങ്ങനെ വിശ്വാസപൂർവ്വം വന്ന ഒരു അമ്മയും മകളും ഈ മകളെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ എന്നാണ് കേസ്. തള്ളയും കുട്ടിയും വീട്ടിൽ നിന്ന് ഒച്ചമുള്ളിണ്ടാക്കിയപ്പോഴേ ഇവൻ ഇറങ്ങി ഓടി. അവനോടി ഏതൊരു തുക്കട എന്താ പറയുക ക്വാർട്ടേഴ്സിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. അവിടെ നിന്നും പോലീസ് തൂക്കിക്കൊണ്ടുവരുന്ന സീനാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? ഭയങ്കര ജോത്സ്യനാ. മറ്റേ കാളമൂത്രം കുടിച്ചിട്ട് മോഹം കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കുന്ന പോലെ പാട്ടൊക്കെ പാടി നമ്മളല്ല സുധാഭികളെ പോലെ ധരിപ്പിക്കുന്ന ജോത്സ്യനാണ്. അവന്റെ പാട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്കായി. ഇപ്പൊ മനസ്സിലായില്ലേ ഏതാ മുതൽ എന്നുള്ളത്? എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഇവനെതിരെ ചെയ്തിരുന്നു. ഇവനൊരു ജഗ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഇവന്റെ ഫുള്ള് ചരിത്രം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു, ഒരു തന്ത്രിയുടെ അല്ലെങ്കിൽ ജോലിസൊക്കെ ചെയ്ത് നടക്കുന്ന, പൂജയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളുടെ ഡ്രൈവറായിരുന്നു. അയാളുടെ സ്ഥിരം ഓട്ടക്കാരനായിരുന്നു ഇവൻ. പിന്നീട് സുപ്രാത്തിൽ ഇവൻ എന്തായി, ജോത്സ്യനായിട്ട് മാറി. അവൻ തന്നെ അവന് പേരിട്ടു തന്ത്രി മുരാരി. ഇപ്പൊ ഗൾഫിൽ എവിടെ കടന്നിട്ട് കുറെ സുഡാപ്പികളുടെ സമയം നോക്കുന്ന ആളാ. മനസ്സിലാവുന്നുണ്ടോ? പോത്തർച്ചൊക്കെ ഇങ്ങനെ വെട്ടി വിഴുങ്ങി തിന്നിട്ട് ഭയങ്കര കബഡി നേരത്തിലാണ്. അപ്പൊ അതിനെതിരെയായിരുന്നു അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. അന്നേരം ഇവന്റെ എച്ചിരി തിന്നുന്നതാണോ അല്ല ഇവന്റെ കുടുംബക്കാരനാണോ എന്ന് അറിയില്ല. ഒരു പോലീസുകാരെ പത്തനാപുരത്തുനിന്നോ പത്തനംതിട്ടയിൽ നിന്നോ എന്നെ വിളിച്ചു. നിങ്ങൾക്കെതിരെ മുരാരി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഞാൻ അന്ന് ഓൾറെഡി 2-3 കേസ് നിൽക്കുന്നുണ്ട്. ഇനി പത്തനംതിട്ട വരെ ഓടാൻ വയ്യാന്നുകൊണ്ട് ഞാനത് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. പക്ഷെ അന്ന് മുതൽ ഞാൻ ഇവനെ നോക്കി വെക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഈ പറയുന്ന സത്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതായത് ഇവന്റെ നേച്ചർ, അത് പുറലോകം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ദിവസത്തിന് വേണ്ടി. ഇന്ന് ആ സമയമായി അത് പുറത്തോട്ട് വന്നു. പുള്ളിക്കാരൻ ഏതൊക്കെ ക്ഷേത്രത്തിൽ കട്ട ആളുകളുടെ പേരൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ പറയുന്ന കേട്ടോ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് അതെടുത്തത്. മാഷേ തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജയിലിൽ പോകേണ്ടി വരുമെന്ന് പുള്ളിക്കാരൻ ഗണിച്ച് കണ്ടില്ല, അല്ലെങ്കിൽ അതറിയാനുള്ള കഴിവില്ല. അപ്പോ ഇതുപോലത്തെ ഫേക്ക് ജ്യോത്സ്യന്മാരുടെ കൂടെ നിൽക്കാതിരിക്കുക. യഥാർത്ഥ ജ്യോത്സ്യന്മാരെന്നും പട്ടിണിയാണ്. എന്നാൽ ഫേക്കോളികളായിട്ട് വരുന്ന ഇവനെപ്പോലുള്ള മുരാരിമാരെന്നൊക്കെ പേരിട്ട് വരുന്ന തെണ്ടികള് ഭയങ്കരമായിട്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുക, കോടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, പറ്റിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ജ്യോത്സ്യ കുലത്തിൽ പറഞ്ഞ ആളുകൾ ഇന്നും പട്ടിണിയാണ്. ഇവനെ പോലത്തെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ജ്യോത്സ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവനൊന്ന് തുറന്നു കാണിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ. ദൈവം തന്നെ അതിനൊരു വഴി ഒരുക്കി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. ഇവൻ അന്ന് ഞാൻ മനസ്സിൽ ഊങ്ങി വെച്ചതാണ്. ഇവൻ വന്ന് ചാടുമെന്ന് എനിക്കറിയായിരുന്നു. കറക്റ്റായിട്ട് വന്ന് ചാടി. ഗൾഫിലിരുന്ന് സുഡാപ്പികൾ അങ്ങനെ സുഖിപ്പിക്കും. നെറ്റിൽ കുറിയും ചെവിയിൽ പൂവൊക്കെ വെച്ചിട്ട് മാപ്പിളപ്പാട്ടൊക്കെ പാടി അവന്മാരുടെ ലൈക്കും ഷെയറും സ്വാമി എന്നുള്ള വിടിയും ഇതൊക്കെ കേട്ട് സുഖിച്ച് കോരിത്തരിച്ച് അവന്മാർ കൊടുക്കുന്ന ഐഫോണും എന്താ പറയുക ആഭരണങ്ങളൊക്കെ അണിഞ്ഞിങ്ങനെ ഭയങ്കര കാട്ടിക്കൂട്ടലായിരുന്നു. ഇവനും ഇവന്റെ ഭാര്യയും പെണ്ണും കുട്ടിയോ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്ത്. ഒരു ദിവസം ഞാൻ ഇനി പോത്തറച്ച് നിന്നിട്ട് ഈ പണി ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്തൊരു തന്ത്രിയാണോ? തന്ത്രി എന്നൊക്കെയാണ് പേരിട്ട് വിളിക്കണതേ, മുരാരി എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ പറയും, ഈ പോത്തറച്ച് നിന്നിട്ടാണ് താൻ ഈ പണി ചെയ്യുന്നത് വെച്ചപ്പോൾ ആ ഒരു വീഡിയോക്കാണ് ഇവൻ എനിക്കെതിരെ കേസ് പണ്ട് കൊടുത്തത്. മനസ്സിലായി? ഉത്തരമല്ല, പകരം ഇവന്റെ ഏതോ ലീവിന് പോകുമ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്ത കുപ്പിയുടെ പങ്ക് പറ്റുന്ന ഏതൊരു പോലീസുകാരനാണ് എന്നെ അന്ന് വിളിച്ചത്. ഞാൻ അന്ന് അയാളോട് പറഞ്ഞിരുന്നു,
ഇവൻ എന്താണെന്നുള്ള പുറലോകം കാണും. ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യുക, കാരണം എനിക്ക് ഓടാൻ വയ്യ. അത്യാവശ്യം കേസ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. അത് അവന്റെ വിജയമല്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ അന്നത് ക്ലോസ് ചെയ്തത്. ഇന്ന് ഈ പോലീസുകാരൻ അത് കാണുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ കാര്യം. കേട്ടില്ലേ? സുലാൻ ചങ്ങായിമാരെ, കണ്ടില്ല വീഡിയോ? ഏതെങ്കിലും രീതിയിൽ എങ്ങനെയായാലും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഈ കുറ്റം ഇടണം എന്നാണ് ഇവന്റെ ഉദ്ദേശം. സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു തന്ത്രി ചെയ്ത കുറ്റം ഏത് രീതിക്കാണെങ്കിലും അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടുക. ഈ തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ ചാണക സംഘി ഒരു മുൻകൂർ ജാമ്യമായി ചെയ്ത വീഡിയോ ആണ് ഇത്. എന്താലേ ചാണക ബുദ്ധി.